നമസ്കാരം. മാർച്ച് 29 ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം സംഭവിക്കാനായി പോകുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മീനം രാശിയിലും ഉത്രട്ടായ നക്ഷത്രത്തിൽ നടക്കുന്ന ഈ ഗ്രഹണത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. ഒട്ടുമിക്ക രാശികളിലും സൂര്യഗ്രഹണം പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഞാൻ ഈ പരാമർശിക്കപ്പെടുന്ന രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഗ്രഹണത്തിന് ശേഷം സാമ്പത്തികപരമായും സാമൂഹികപരമായും പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഇവർക്ക് വന്നു ചേരാം. മാർച്ച് 29 സംഭവിക്കുന്നതായ ഈ സൂര്യഗ്രഹണത്തോടെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. സൂര്യഗ്രഹണം ഇടവം രാശിയിലുള്ളവരുടെ ജാതകത്തിലെ 11ാം ഭാവത്തിൽ സംഭവിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് മീനം രാശിയുടെ അധിപനായ വ്യാഴം ഇടവത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാണ്. ഈ സാന്നിധ്യം ഇടവം രാശിക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഈ സമയത്ത് ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഗ്രഹണത്തിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കഠിനാധ്വാനം ചെയ്യുന്നതിനായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം പാലിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. സൂര്യഗ്രഹണം മുതൽ കാര്യങ്ങൾ അത് ധനപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും കാരണമായി തീരുന്നതുമാണ്. പലവിധ കാര്യ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അതിൽ പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതായ സൂര്യഗ്രഹണം മിഥുനം രാശിയിലുള്ളവരുടെ 10ാം ഭാവത്തിലാണ് സംഭവിക്കുക. ഇതിവർക്ക് പല വിധത്തിലും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. പ്രധാനമായും നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും സഹായം ആവശ്യമായ ചില കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. പല പരിശ്രമങ്ങളും ജീവിതത്തിൽ നടത്തുന്നവരാണ് നിങ്ങൾ. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാക്കുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ സമയമാണ്. പരിശ്രമത്തിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാങ്കേതിക കഴിവുകളും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും. കാരണം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് പലവിധ കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അഥവാ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ, വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സംസാരത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും, തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും പിണക്കങ്ങൾ ഒഴിവാക്കുവാനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാർക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. ജാതകത്തിലെ 3ാം ഭാവത്തിലാണ് സൂര്യഗ്രഹണം സംഭവിക്കാനായി പോകുന്നത്. തന്മൂലം പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ശനിയുടെ ഗതി തന്നെ മാറുന്നതായ സാഹചര്യമായതിനാൽ നിങ്ങൾക്ക് ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളും അനുകൂലമായി തീരാം. പ്രത്യേകിച്ചും ഈ സമയം സാമ്പത്തികപരമായ കാര്യങ്ങൾ
പ്രത്യേകിച്ചും സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ നിങ്ങളിൽ നിന്നും അകന്നു പോകും. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പലവിധ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരും എങ്കിൽ പോലും ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതൽ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ബഹുമാനം, അംഗീകാരങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ബിസിനസ് പരമായ ഉയർച്ചയും വന്ന് ചേരുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പുരുരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയുടെ 2ാം ഭാവത്തിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. തന്മൂലം ഇവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദീർഘകാലമായുള്ള നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. കൂടാതെ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലം തന്നെയാണ് വന്നു ചേരുക. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ കാര്യ തടസ്സങ്ങൾ നിങ്ങൾക്ക് അകറ്റുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായി വരാം. എന്നിരുന്നാലും ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും അല്പം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമാണ്.